നമസ്കാരം. ദ വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വ്യൂവിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്ന പ്രശസ്ത സംവിധായകനായ എം പത്മകുമാറാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഉയരുന്ന സിനിമ വളരെ ജനശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക ഒരു പശ്ചാത്തലത്തിൽ എടുത്തൊരു സിനിമയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ അങ്ങ് തുടങ്ങാം. ഉയർ എന്ന് പറയുന്നത് ഞാൻ കുറേ പോലീസ് സ്റ്റോറി ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യം വർഗം തുടങ്ങി ഇങ്ങോട്ട് ഷിക്കാറിൽ ലാലേട്ടൻ്റെ ക്യാരക്ടർ ഒരു പോലീസ് ഓഫീസറായിരുന്നു. പിന്നെ ജോസഫ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഇതിനുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതൊരു റിയൽ സ്റ്റോറിയാണ്. ബാക്കിയെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്ത സങ്കല്പത്തിൽ നിന്നുണ്ടായ കുറേ കഥാപാത്രങ്ങളും കഥകളൊക്കെയാണ്. ഇതൊരു റിയൽ സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. 2017 കണ്ണൂരിൽ ഇരിട്ടി എന്ന സ്ഥലത്തൊരു സ്ത്രീയുടെ ബോഡി കിട്ടുകയും, പിന്നെ അതൊരു നാടോടി സ്ത്രീയാണ്, പ്രത്യേകിച്ച് പരാതിക്കാരൊന്നുമില്ല. ആ കേസ് ഒരു പോലീസ് ഓഫീസർ, ഒരു പ്രൊബേഷണറി പോലീസ് ഓഫീസർ, പുള്ളിയുടെ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ട് അത് അന്വേഷണത്തിന് ചുമതല ഏറ്റെടുക്കുകയും അതിൻ്റെ മരണത്തിന് പുറകിലുള്ള ആൾക്കാരെ കണ്ടെത്തുകയും ഇവരുടെ 2 കുട്ടികൾ മിസ്സിംഗ് ആയതായിട്ട് കണ്ടുപിടിക്കുകയും ഈ കുട്ടികളെ അന്വേഷിച്ച് പുള്ളിയുടെ ഒരു യാത്രയുണ്ട്. ആ യാത്രയാണ് ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്. കേരളത്തിലെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സബ്ജക്റ്റ്. അതെ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ എം പത്മകുമാറിൻ്റെ സിനിമകൾ പരിശോധിച്ചാൽ ഇപ്പം ആകാശമിട്ടായി എന്ന സിനിമ എടുത്താൽ ഈ കുട്ടികൾക്കുള്ള ഒരു വലിയ സന്ദേശമാണ് അതിൽ നൽകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടന്റിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ ഒരു സാധാരണ അങ്ങനെ ഒരു പ്രത്യേക ഒരു കണ്ടൻറ്റ് ചെയ്യണം എന്നൊരാഗ്രഹം കൊണ്ട് ചെയ്യുന്നതല്ല. നമ്മൾ പല കഥകൾ കേൾക്കുമ്പോൾ പല കഥകൾ നമുക്ക് റിലേറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ ചില ഘടകങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. നമ്മൾ പല കഥകൾ കേൾക്കുന്നു, ഇത് നമുക്ക് സിനിമയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു മനസ്സിൽ നമുക്കതൊരു സിനിമയായിട്ട് കാണാൻ പറ്റുമെങ്കിലേ ആ കഥ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല കഥകൾ കേൾക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു കണ്ടൻറ്റ് ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ഒരു എമോഷണൽ കണ്ടൻറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് അതിനകത്ത് ഉണ്ടാകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പം അങ്ങനെ ആ കഥകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. പൊതുവേ നമുക്കറിയാം ഈ രഞ്ജിത്തിൻ്റെ അസോസിയേറ്റായിട്ട് അല്ലേ അത് വരുന്നത്. അപ്പം ആ ഒരു അദ്ദേഹത്തെ ഒരു സിനിമാ സംവിധായകൻ എന്ന നിലയിൽ, ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ കൂടുതലായി അദ്ദേഹത്തെ ഈ ഒരു വളർച്ചയ്ക്ക് എത്രമാത്രം സഹായകരമായിട്ടുണ്ട്? തീർച്ചയായും എൻ്റെ രഞ്ജിത്ത് എന്ന് പറയുന്നത് എൻ്റെ ഒരു വെൽവിഷറാണ്, എൻ്റെ സുഹൃത്താണ്, എൻ്റെ സഹോദരനാണ്. എല്ലാ രീതിയിലും രഞ്ജിത്ത് എനിക്ക് വളരെ എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ തുടങ്ങിയത് ഹരിഹരൻ സാറിൽ നിന്നാണ്. ഹരിഹരൻ സാറിൽ നിന്ന് IV ശശിയേട്ടനോട് കുറേ സിനിമകൾ ചെയ്തു. പിന്നെ ഷാജി കലാസ്, അങ്ങനെയാണ് ഞാൻ രഞ്ജിയിലേക്ക് എത്തുന്നത്. പിന്നെ രഞ്ജിയോടായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ സിനിമകൾ, അദ്ദേഹം തിരക്കഥ എഴുതിയ ഷാജി കലാസ് സിനിമകൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അസോസിയേറ്റായിട്ട്. പിന്നെ രഞ്ജിത്ത് സ്വന്തം ഡയറക്ടർ, സ്വതന്ത്ര സംവിധായകനായപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. ആ വഴിയിലാണ് ഞാനും ഒരു ഡയറക്ടറായി മാറുന്നത്. എൻ്റെ ആദ്യത്തെ സിനിമയുടെ തിരക്കഥ രഞ്ജിത്ത് എഴുതിയതാണ്, അമ്മക്കിളിക്കൂട്. രഞ്ജിത്തിൻ്റെ ബ്രദറാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു എൻ്റെ യാത്രയിൽ എൻ്റെ പ്രധാനപ്പെട്ട സമയങ്ങളിലെല്ലാം രഞ്ജി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് സപ്പോർട്ട്, ഇപ്പോഴും ഒരു സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂടെ അദ്ദേഹമുണ്ട്. ഒരേ സമയം തന്നെ നമുക്കിപ്പോൾ ഈ ജോഷി അദ്ദേഹത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഒരു കുടുംബ പ്രേക്ഷകരെ കൂടുതൽ ആകർഷിക്കുന്ന വിധത്തിൽ, ഇപ്പോൾ സത്യനന്ദിക്കാട് പോലെ, ഇപ്പോൾ അമ്മക്കളെ കൂടെ എടുത്താലും വാസ്തവമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ആ ഒരു രീതിയിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ ഒരു ഇഴചേർന്ന ഒരു രീതി ആ സിനിമ പറയുന്നുണ്ട് പല സിനിമകളും. അത് എങ്ങനെയാണ് അതിലേക്ക് ഒരു ഇഷ്ടം വരുന്നത്? അത് നമ്മൾ പലപ്പോഴും നല്ല തിരക്കഥകളാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. തിരക്കഥ എന്താണ് ആവശ്യപ്പെടുന്നത് ആ രീതിയിൽ നമ്മൾ അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അമ്മക്കിളിക്കൂടിൻ്റെ തിരക്കഥ ആവശ്യപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മേക്കിംഗ് ആണ്. അതേസമയം ഷിക്കാറിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടെ വലിയ ക്യാൻവാസാണ്, കുറച്ചും കൂടി വലിയ രീതിയിലുള്ള സിനിമയാണ്. മാമാങ്കം എടുത്താൽ അതിനേക്കാളും കുറേ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു വലിയ ക്യാൻവാസുള്ള സിനിമയാണ്. അപ്പോൾ തിരക്കഥയ്ക്കനുസരിച്ചുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറുള്ളത്. തിരക്കഥ മേക്കിംഗ് സ്റ്റൈൽ ഫോളോ ചെയ്യുകയെന്ന് വെച്ചാൽ തിരക്കഥ നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ആ റൂട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ തിരക്കഥ വായിച്ച് കഴിയുമ്പോൾ തിരക്കഥ നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ആഴത്തിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ ആ രീതിയിൽ ഷോർട്സ്, സ്വാഭാവികമായിട്ട് ഷോർട്സുകൾ ഉണ്ടാവും. അങ്ങനെയാണ് സിനിമയുടെ ഒരു ടോൺ എന്താണെന്നും അതിൻ്റെ ടെമ്പോ എന്താണെന്നൊക്കെ തീരുമാനിക്കുന്നത് അതിൻ്റെ തിരക്കഥ. അതോടൊപ്പം തന്നെ ഇപ്പോൾ മാമാങ്കം എന്ന് പറഞ്ഞ സിനിമ എടുത്ത് പരിശോധിച്ചാൽ അതൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു 60 കോടി രൂപയോളം മുടക്കിയില്ലേ, അത്രയാണെന്ന് തോന്നുന്നില്ലേ? അത്ര മുടക്കി ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ ഈ പുരാണമായിട്ടുള്ളൊരു രീതി, അത്തരത്തിലുള്ളൊരു ചരിത്ര സിനിമകൾ, അത് എത്രമാത്രം ഹോംവർക്ക് ചെയ്തു അതിനൊക്കെ വേണ്ടിയിട്ട്? ഹോംവർക്ക് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഹോംവർക്ക് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ അതിനു മുമ്പ് ചെയ്ത സിനിമകൾ, ഞാനിപ്പോൾ ആദ്യം ഹരിഹരൻ സാറിൻ്റെ കൂടെ വടക്കൻ വീരഗാഥ മുതൽ ഞാൻ 3-4 സിനിമകൾ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ശശിയേട്ടൻ്റെ കൂടെ വലിയ സിനിമകൾ, ഇൻസ്പെക്ടർ ബൽറാം പോലുള്ള സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ ആൾക്കൂട്ടമുള്ള സിനിമകൾ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു അനുഭവമുള്ളതുകൊണ്ട്, ഒരു പരിചയമുള്ളതുകൊണ്ട് എന്നെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി ആയിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോകുക, അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ കോസ്റ്റ്യൂം മെയിൻറ്റെയിൻ ചെയ്യുക, ബാക്ക് ഡ്രോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വെല്ലുവിളിയാണ്.
അത് ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല ആർട്ട് ഡയറക്ടേഴ്സ് ഉണ്ട്, നല്ല കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഉണ്ട് നമുക്കിവിടെ. അതുകൊണ്ട് അവരുടെ എല്ലാം ഒരു കൂട്ടായ്മയുടെ ഒരു ശ്രമമാണ് അത്തരം ഒരു സിനിമ ഉണ്ടാകുന്നതിന് പിന്നിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു വിഷൻ ഉണ്ടാവണമല്ലോ, നമ്മുടെ വിഷൻ ഇവരിൽ കൂടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അത്തരം ഒരു എല്ലാവരുടെയും കൂടെ ഒരു സഹകരണത്തിലൂടെ നമുക്ക് ഇത്തരം സിനിമകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മലയാളത്തെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളിയല്ല. മറ്റൊന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ഇപ്പം സിനിമയുടെ ട്രെൻഡ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പം ഈ പഴയകാല സംവിധായകർ ഇപ്പം ഐ.വി. ശശി അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വർഷങ്ങളോളം ജീവിതകാലം മുഴുവൻ സിനിമയ്ക്കൊപ്പം ജീവിച്ചൊരു മനുഷ്യനാണ്. ജോഷിയേട്ടനും അതുപോലെയാണ്. സത്യൻ അന്തിക്കാടും ഏറെക്കുറെ. അദ്ദേഹം പിന്നെ ഇടയ്ക്ക് ചില വിശ്രമങ്ങൾ എടുക്കുമെന്നത് ഒഴിച്ചാൽ. ഇപ്പോൾ പത്മകുമാറിനെ എടുത്ത് പരിശോധിച്ചാൽ ഈ പറഞ്ഞതുപോലെ വടക്കൻ വീരഗാഥയൊക്കെ നമ്മുടെയൊക്കെ തീരെ കുഞ്ഞുനാളിൽ കണ്ടിട്ടുള്ള സിനിമകളാണ്. ആ കാലഘട്ടം മുതൽ സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കുകയാണ്. അതോടൊപ്പം ചരിത്ര സിനിമകൾ എടുക്കുന്നു. ഗ്യാപ്പില്ലാത്ത സിനിമകൾ ഈ ട്രെൻഡിനൊപ്പം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇന്ന് പോലും ആ സിനിമ ഇപ്പോഴത്തെ ട്രെൻഡിനൊപ്പം നിൽക്കുന്നു. അതൊരു വലിയ ശ്രമകരമാണല്ലോ. അതെങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മൾ സിനിമയുടെ കൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കണം കാര്യം. നമ്മളിപ്പോൾ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. അപ്പം നമ്മൾ ഓരോ ആഴ്ചയിലും ഇവിടെ ഇറങ്ങുന്ന സിനിമകൾ നമ്മൾ തിയേറ്ററിൽ പോയി കാണുകയും നമ്മൾ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുകയും അവരുടെ ഒരു ഇതെന്താണെന്ന് മനസ്സിലാക്കുകയും നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഈ പുതിയ ജനറേഷനിലെ സിനിമകളുടെ പലപ്പോഴും നമുക്ക് അവരുടെ രീതിയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ പോലും പല പുതിയ ഡയറക്ടേഴ്സിൻ്റെ സിനിമകളിലും പുതിയ പുതിയ ആശയങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്, പുതിയ പുതിയ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടുവരുന്നുണ്ട്. അത്രത്തോളം നമുക്ക് ചിലപ്പോൾ എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് ഓഡിയൻസിൻ്റെ ഇടയിൽ നമ്മൾ അവരുടെ കൂടെ ഓഡിയൻസിൻ്റെ കൂടെയെങ്കിലും നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതിന് സഹായിക്കുന്നത് ഞാൻ പറയുന്നത് ഈ സിനിമയിലുള്ള അപ്ഡേറ്റ്സ് തന്നെയാണ്. നമ്മൾ സിനിമയെ എപ്പോഴും അപ്ഡേറ്റഡ് ആക്കിക്കൊണ്ടേയിരിക്കുക. ഓരോ രീതിയിലും സിനിമ പുതിയ രീതിയിൽ ഏതൊക്കെ പുതിയ രീതികൾ വരുന്നു, ഏതൊക്കെ സബ്ജക്ട്സ് വരുന്നു, ഏതൊക്കെ പുതിയ താരങ്ങൾ വരുന്നു, എല്ലാവരുടെയും കൂടെ നമ്മളവരെ കണ്ടും പഠിച്ചും മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ അഭിമാന താരങ്ങളാണ് മമ്മൂട്ടി, മോഹൻലാൽ. അവരോടൊപ്പം ഒരുപാട് സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞു. ആ ഒരു അനുഭവം എങ്ങനെ പങ്കുവയ്ക്കുന്നു? പക്ഷേ അതൊരു വലിയ അനുഭവമാണ്. വലിയ അനുഭവം എന്ന് വെച്ചാൽ ഒരു വലിയ ഭാഗ്യമാണ്. എനിക്ക് മലയാളത്തിലെ മിക്കവാറും താരങ്ങളുടെ കൂടെ സിനിമ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവരെല്ലാവരും താരങ്ങളതിനേക്കാളും ഉപരിയായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ലെജൻസാണ്, നല്ല പ്രതിഭകളാണ് അവർ. അവരോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലാലേട്ടനെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. നമ്മളുടെ സീൻ വായിച്ചു കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു കഥാപാത്രത്തെ അതിൻ്റെ ഒരു 10-100 മടങ്ങ് തിരിച്ച് ഇങ്ങോട്ട് തരാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെയാണ് മമ്മൂക്കയുടെ കാര്യം. ഇവരോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ കഴിഞ്ഞിട്ട് അടുത്ത ഒരു 4-5 സിനിമ ഇവരില്ലെങ്കിൽ വേറെ ആൾക്കാരെ വെച്ച് വർക്ക് ചെയ്യുമ്പോഴും ഈ ഇൻസ്പിറേഷൻ നമ്മുടെ മനസ്സിൽ നമുക്കൊരു എനർജി ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പം ജോജു എന്ന് പറയുന്ന ആ ഒരു നടൻ തന്നെ ഈ ജോസഫിലൂടെയാണ് ഇത്രയധികം ഒരു ഹിറ്റ് ഇതിലേക്ക് എത്തുന്നത്. അതുപോലെ ഈ പറഞ്ഞ പോലെ ഒരേ സമയം തന്നെ മമ്മൂട്ടി, മോഹൻലാൽ വലിയ നടന്മാർക്കൊപ്പം തന്നെ ഇതുപോലുള്ള നടന്മാരെയും ഉണ്ണി മുകുന്ദൻ അടക്കമുള്ള അല്ലേ, അവരെല്ലാം ഒപ്പം ആ ഒരു ടെമ്പോ നിലനിർത്തി കൊണ്ടുപോകാൻ ഒരു പ്രത്യേക ഒരു വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ കഴിയുള്ളൂ. കാരണം അവരെല്ലാം നല്ല കഴിവുള്ള ആക്ടേഴ്സാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കവർ പ്രത്യേകിച്ചൊന്നും പഠിപ്പിക്കേണ്ടതില്ല. ഇപ്പോൾ കഴിവ് മാത്രമല്ല, അവർ ഡെഡിക്കേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ റോഷനെ വെച്ചിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. റോഷനെ വെച്ച് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ്. റോഷൻ മാത്രമല്ല, ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉയർ എന്ന സിനിമയിൽ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത ആരും തന്നെ ഒന്നോ രണ്ടോ പേരുണ്ടാവും. അല്ല ബാക്കി എല്ലാം എന്നെ സംബന്ധിച്ച് പുതിയ ആളുകളാണ്. ഞാൻ അവരോട് ആദ്യമായിട്ട് വർക്ക് ചെയ്യണം. പക്ഷേ എല്ലാവരും ഒരു നല്ല മികച്ച ആക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്കതിനകത്ത് വലിയ സ്ട്രെയിൻ ഇല്ല. നമ്മൾ സീൻ അവർക്ക് വിശദീകരിച്ച് കൊടുക്കണം. അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ച് കറക്റ്റ് ചെയ്യേണ്ടി വരും. അത്ര വേണ്ട, അല്ലെങ്കിൽ കുറച്ചുകൂടെ വേണമെന്ന രീതിയിൽ കുറച്ച് കറക്റ്റ് ചെയ്യേണ്ടി വരും. എങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് അവർ തരുന്നൊരു ഇത് വളരെ വലുതാണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത്രയും കോൺട്രിബ്യൂഷൻ റോഷനിൽ നിന്ന് എനിക്കതിനകത്ത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കൂടുതൽ എനിക്ക് തോന്നുന്നു. പക്ഷേ ലാലേട്ടനും മമ്മൂക്കയൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് ഇത്രയും മികച്ചൊരു കോൺട്രിബ്യൂഷൻ എനിക്ക് ഒരു ആക്ടറിൽ നിന്ന് കിട്ടുന്ന ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു റോഷനിൽ നിന്നാണ്. അതുമാത്രമല്ല ഇപ്പം ഈ പഴയ പോലെ ഒരു അതിഭാവുകത്വങ്ങളില്ല, വലിയ സ്റ്റണ്ടോ അങ്ങനെയുള്ള രീതികൾ, പാട്ടുകളാണെങ്കിലും ഒരു നാച്ചുറൽ രീതിയിലാണ് ഇപ്പോഴത്തെ സിനിമകൾ പോകുന്നത്. ഇപ്പോൾ ഓരോ ചെറിയ സബ്ജക്റ്റ് എടുത്ത് ഇപ്പോൾ വാഴയൊക്കെ എടുത്ത് പരിശോധിച്ചാലൊക്കെ നമുക്കത് അറിയാൻ കഴിയും. അപ്പം അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു ആ ഒരു പ്രവണതയെ? നല്ല കാര്യമാണ്. നല്ലതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ പുതിയ തലമുറയിലെ സംവിധായകരായാലും എഴുത്തുകാരായാലും അഭിനേതാക്കളായാലും ഒരുപാട് പുതിയ കാര്യങ്ങൾ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. സിനിമ നമ്മുടെ കാലത്തിനനുസരിച്ച് സിനിമ മാറിയേ പറ്റുള്ളൂ. നമ്മളൊരു കാലത്ത് പത്മനാഭൻ സാറും ഭരതൻ സാറൊക്കെ ഇവിടെ കൊണ്ടുവന്ന ഒരു മാറ്റമുണ്ട്. അത്തരം മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരുന്ന പുതിയ ഡയറക്ടേഴ്സ് ഉണ്ട് ഒരുപാട്. ഇപ്പോൾ ചിദംബരത്തിൻ്റെ കാര്യം എടുത്താൽ ചിദംബരം ചെയ്ത പോലത്തെ സിനിമകൾ പുതിയ ജനറേഷനിലെ ആൾക്കാരെയും പഴയ ജനറേഷനിലെ ആൾക്കാരെയും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. ഇപ്പോൾ ജാനവനായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലെടുത്ത ബാലനായാലും ഏത് സിനിമയിലും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുത്താൻ പറ്റുന്ന, അതേസമയം പഴയ ട്രെൻഡുകളെ ഫോളോ ചെയ്യാത്ത പുതിയ ട്രെൻഡുകൾ ഉണ്ടാക്കിയെടുക്കുന്ന സിനിമകളാണ്. അപ്പോൾ അത്തരം പ്രതിഭകളുടെ കാര്യത്തിൽ മലയാള സിനിമയ്ക്കൊരു പഞ്ഞമില്ല. ഒരുപാട് പുതിയ ആളുകൾ കടന്നു വരുന്നുണ്ട്. എല്ലാവരും കഴിവുള്ള ആളുകളാണ്.
അതിൻ്റെ കൂടെ നമ്മൾ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ശ്രമകരമായ ജോലിയാണ്. നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം അമ്മയുടെ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. കാരണം ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലൊരു ഭരണ സാരഥ്യത്തിലേക്ക് ഇവരൊക്കെ വരികയും ആദ്യത്തെ ഒരു വർഷക്കാലം നല്ല രീതിയിൽ പോവുകയൊക്കെ ചെയ്തിരുന്നു. അതുമാത്രമല്ല വനിതകൾ വന്നപ്പോൾ വലിയൊരു പ്രതീക്ഷയായിരുന്നു. കാരണം സ്ത്രീകളുടെ സുരക്ഷയും ഒക്കെ മുൻനിർത്തി. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അങ്ങേപോലെ വർഷങ്ങളായി സിനിമയിൽ നിൽക്കുന്നത്. അതിനോട് അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ്? അത് ഞാൻ പുറത്തുനിന്ന് നോക്കി കാണുന്നൊരു വ്യക്തിയാണ്. കാരണം വെച്ചാൽ അമ്മ എന്ന ഇപ്പോൾ അത് ഫെഫ്കയിലോ അല്ലെങ്കിൽ മാക്ടെ പോലുള്ള സംഘടനകളിലാണെങ്കിൽ നമുക്കതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും, നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. ഇത് നമ്മൾ പുറത്തുനിന്ന് നോക്കി കാണുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും അതിനകത്ത് എല്ലാവരും ഈ പറഞ്ഞ ഏത് ചേരിയിലുള്ള ആളുകളായാലും എല്ലാവരും നമുക്ക് വളരെ അടുത്തറിയാവുന്ന ആളുകളും പ്രിയപ്പെട്ടവരുമാണ്. അപ്പോൾ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നിർവചിക്കാൻ ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല. പുറത്തുനിന്ന് നോക്കി കാണുക, അത് എല്ലാം നല്ല രീതിയിൽ സോൾവ് ചെയ്ത് അമ്മ പഴയ പോലെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇപ്പം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ പുതിയ പദ്ധതിയുമായി വന്നിട്ടുണ്ട്, പുതിയൊരു പ്രോജക്റ്റ്. അതായത് ഇവിടെ നിന്നും മയക്കുമരുന്നിൻ്റെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത്. അപ്പോൾ അത് സിനിമാ ലോകത്തൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ മയക്കുമരുന്നിൻ്റെയും മറ്റു ഉപയോഗം ഉണ്ട് എന്ന് വ്യക്തമായി മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ കാരവാൻ അടക്കം പരിശോധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ കാണുന്നു? സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ മറ്റൊരു പരിച്ഛേദമാണ്. അതായത് സമൂഹത്തിൽ എന്ത് നടക്കുന്നോ അതിൻ്റെ റിഫ്ലക്ഷൻ സിനിമയിലുണ്ടാവും. നമ്മുടെ സമൂഹത്തിൽ മയക്കുമരുന്ന് എത്രത്തോളം ആഴത്തിൽ വേരോടിയിട്ടുണ്ടോ അതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും സിനിമയിലുണ്ടാവും. സിനിമയിൽ ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് സിനിമയിൽ മാത്രം ഉപയോഗിക്കുന്ന ആളുകൾ എന്നോ അല്ലെങ്കിൽ സിനിമയിൽ ഇതിൻ്റെ അളവ് വളരെ കൂടുതലാണെന്നോ ഞാൻ പറയില്ല. അത് സമൂഹത്തിൽ എത്രത്തോളം ഉണ്ടോ അതിൻ്റെ ഒരു പരിധി വരെ സിനിമയ്ക്കകത്തുണ്ടാവും. അത് തീർച്ചയായും കണ്ടെത്തേണ്ടതാണ്. അത്തരം ആളുകളെ സിനിമയിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. അത്തരം ആളുകൾക്കെതിരായിട്ട് എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റുമോ അത് സ്വീകരിക്കാൻ പോലീസും ഗവൺമെൻറ്റും സിനിമാ സംഘടനകളും എല്ലാ സംഘടനകളും ചേർന്ന് തയ്യാറാവേണ്ടതാണ്. തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ചരിത്രപരമായ സിനിമകൾ, ഇപ്പോൾ ഈ വടക്കൻ വീരഗാഥ, പഴശ്ശിരാജ, മാമാങ്കം എന്നൊക്കെ പറഞ്ഞ സിനിമകളുണ്ടല്ലോ, അതൊക്കെ ഇനിയുള്ള കാലത്ത് എത്രമാത്രം പ്രസക്തമാകും? കാരണം ഇനി ന്യൂജൻ അതിന് ഒരു സ്വീകരിക്കും എന്നുള്ളൊരു വിശ്വാസ്യത ഉണ്ടോ? തീർച്ചയായിട്ടും അത് ടെക്നിക്കലി നമ്മൾ മാറണം. അതായത് പഴയ കഥ അതേപോലെ എടുത്തു വയ്ക്കുകയല്ല, അതിനകത്ത് ടെക്നിക്കലി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് ഏത് കാലഘട്ടത്തിലായാലും കഥ പറയുക, കഥ കേൾക്കുക എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടമാണ് കഥ കേൾക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു ശൈലി കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ പണ്ട് നമ്മൾ കണ്ടിഷ്ടപ്പെട്ട സിനിമകളൊക്കെ ഇന്ന് നമുക്ക് കാണുമ്പോൾ ഇത് മോശമായിരുന്നല്ലോ, അത് വേറെ രീതിയിൽ ഷൂട്ട് ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ തോന്നും. അതുപോലെ ഇനി അടുത്ത തലമുറയ്ക്ക് നമ്മുടെ സിനിമകൾ ചിലപ്പോൾ ഒരു പഴയ സിനിമയായിട്ട് തോന്നിയേക്കാം. പക്ഷേ എങ്കിൽ പോലും ഈ സിനിമ കാണാനുള്ള അല്ലെങ്കിൽ കഥ കേൾക്കാനുള്ള ഒരു ആവേശം അല്ലെങ്കിൽ ആഗ്രഹം ഒരിക്കലും ഇല്ലാതാവുന്നില്ല. അതുകൊണ്ട് ഏതുതരം കഥകളും, ഈ പുരാണ കഥകളായാലും കേൾക്കാൻ തീർച്ചയായും കാണാൻ ഓഡിയൻസ് ഉണ്ടാവും, കേൾക്കാൻ ശ്രോതാക്കളുണ്ടാവും. പക്ഷേ നമ്മളതിൻ്റെ ഒരു സ്റ്റൈൽ മാറ്റിക്കൊണ്ടേയിരിക്കണം മാത്രം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ സിനിമകൾ ഇറങ്ങുമ്പോൾ ആദ്യ ദിനം ഭയങ്കരമായ ബഹളവും അല്ലെങ്കിൽ റിലീസ് ഡേയിലൊക്കെ, പിന്നീട് അത് ബി ക്ലാസ്സിൽ വരുന്നു, സി ക്ലാസ്സിൽ അടക്കം ഓടിച്ച് വരുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പം ട്രെൻഡ് മാറി. ഇപ്പം ഒരു വൈഡായിട്ട് റിലീസ് വരുന്നു, വലിയ രീതിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഓൺലൈൻ വഴി നോക്കുന്നു, ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോകുന്നു, അല്ലാതെ ഇടിച്ച് കയറുക അങ്ങനെയുള്ള സംവിധാനം മാറി. ബി ക്ലാസ്സുകളില്ല, പിന്നെ അത് OTT പ്ലസ് സാറ്റലൈറ്റ്. ആ ഒരു മാറ്റത്തെ എങ്ങനെ കാണുന്നു? പണ്ട് നമ്മൾ സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോകുമ്പോൾ അവിടെ തിയേറ്ററിൽ ആളുകൾ ഇടിച്ചു കയറി നിൽക്കുന്നു, നമ്മുടെ സിനിമ കാണാൻ ആളുകൾ ഇടിച്ചു കയറുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മുടെ സിനിമയാണെങ്കിൽ എനിക്ക് ശിക്കാർ വരെ കാലഘട്ടം വരെ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. തിയേറ്ററിന് പുറത്ത് പോകുമ്പോൾ ആൾക്കൂട്ടവും ബഹളവും ഫാൻസുകാര ബഹളവും അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളായിരുന്നു. ഇന്ന് നമുക്ക് ആ സന്തോഷം തിരിച്ചു കിട്ടുന്നത് ബുക്ക് മൈ ഷോ കാണുമ്പോഴാണ്. ബുക്ക് മൈ ഷോയിൽ ഇത്രയും ബുക്കിംഗ് ഉണ്ട്, സീറ്റ് ഫുള്ളായിരിക്കുന്നു, അല്ലെങ്കിൽ റെഡ് കാണുന്നു, യെല്ലോ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ്. അന്നുണ്ടാകുന്ന സന്തോഷം പോലെ തന്നെ അതിൻ്റെ വേറെ രീതി മാറി എന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും നമുക്കത് അനുഭവിക്കാൻ കഴിയാത്തൊരു വിഷമമുണ്ട്. അന്നത്തെ ആ നേരിട്ടുള്ള ഓഡിയൻസിൻ്റെ നേരിട്ടുള്ള പ്രതികരണം അറിയുക, അവർ നേരിട്ട് നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുക, നമ്മളെ കെട്ടിപ്പിടിക്കുക, അവർ സന്തോഷിക്കുന്ന നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു സന്തോഷം, അത് നമുക്ക് തീർച്ചയായിട്ടും അത് മിസ്സാവുന്നുണ്ട്. ഈ സ്ത്രീ സുരക്ഷ മുൻനിർത്തി ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന രീതിയിലൊക്കെ പല വാർത്തകളുമൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ഇതൊക്കെ എടുത്തത്. അതിനെ എങ്ങനെ നോക്കി കാണുന്നു? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും, ഇപ്പോൾ സിനിമയ്ക്കകത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മളിപ്പോൾ പല സർക്കാർ ഓഫീസുകളിലുണ്ടാവും, മറ്റു പലയിടത്തും അത് ഉണ്ടാവും. സിനിമയിലാകുമ്പോൾ അത് ഇങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ട്, ഇങ്ങനത്തെ ഒരു ലോകമായതുകൊണ്ട് കുറച്ചും കൂടെ മാധ്യമ ശ്രദ്ധ കിട്ടുന്നു അതിന്, അത്രയേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും ഏത് തരം തെറ്റായ ചിന്താഗതികളും നമ്മൾ മാറ്റിയെടുക്കണം. ഏതെങ്കിലും സിനിമയ്ക്കകത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒഴിവാക്കപ്പെടണം, മാറ്റിയെടുക്കപ്പെടണം, തിരിച്ചറിയപ്പെടണം. അതിന് പക്ഷേ മറ്റു
ഏരിയകളിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഫോക്കസ് സിനിമയ്ക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് സ്വാഭാവികമായിട്ട് എതിർപ്പുണ്ട്. മറ്റൊന്ന് ഈ താരങ്ങൾ തന്നെ നിർമ്മാതാക്കളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പണ്ട് മമ്മൂട്ടി, മോഹൻലാലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എല്ലാവരും യുവതാരങ്ങൾ ഉൾപ്പെടെ അവരുടെ സിനിമ അവർ തന്നെ നിർമ്മിക്കുന്ന ആ ഒരു ട്രെൻഡിനെ എങ്ങനെ കാണുന്നു? അത് അവരുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സാണ്. നമുക്കതിനെ തിരിച്ചൊന്നും പറയാൻ കഴിയുന്ന കാര്യമല്ല. പണ്ടുണ്ടായിരുന്ന പോലത്തെ സ്ഥിരം ബാനറുകളോ പ്രൊഡ്യൂസേഴ്സോ ഇന്ന് മലയാള സിനിമയിലില്ല, വളരെ കുറവാണ്. ഓരോ സിനിമയും പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സാണ് ഓരോ സിനിമയിലേക്ക് വരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ചിലർ വന്ന് 1-2 സിനിമ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു, അല്ല കുറച്ച് പേര് ഒരു 5-6 സിനിമ വരെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ പഴയ കാലത്ത് പോലെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ബാനറുകളൊന്നും ഇന്നില്ല, എന്നവർ സിനിമ ചെയ്യാൻ സാധിക്കുന്നില്ല. അതൊരു സത്യമാണ്. പക്ഷേ നമ്മളൊരു ആക്ടേഴ്സ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുന്നതെന്ന് പറയുമ്പോൾ നമ്മളൊരിക്കലും അവരോട് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യരുത്, അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ആളുകളുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് അവരുടെ ഒരു രീതി, അവരുടെ ഒരു സ്വാതന്ത്ര്യമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു വർഷം ഏകദേശം 300-നടുത്ത് സിനിമകളാണ് മലയാളത്തിൽ റിലീസ് ചെയ്യുന്നത്. അതിൽ വിജയിക്കുന്ന സിനിമകൾ 10-ൽ താഴെയാണ്. അങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്ത് റിസ്ക്കിലായിരിക്കും വരുന്നത്? പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ തന്നെ താരങ്ങൾ അവരുടെ പടങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ പറഞ്ഞ പോലെ പുതിയ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ പുതുമുഖങ്ങൾ. അപ്പോൾ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം പണ്ട് നമുക്കറിയാം പ്രേം നസീറൊക്കെ അദ്ദേഹമൊക്കെ ഒരു സിനിമ പ്രൊഡ്യൂസർക്ക് പരാജയം സംഭവിച്ചാൽ അടുത്ത സിനിമയിൽ ഫ്രീ ആയിട്ട് അഭിനയിക്കുകയും അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടം. പക്ഷേ അത് മാറി. ഇപ്പോൾ അന്നേരം ഒരു പ്രൊഡ്യൂസറായിട്ട് വരുന്ന ഒരാൾക്ക് എന്ത് ഗ്യാരണ്ടിയാണ്? സിനിമയിൽ എനിക്ക് പറയുന്നത് ഗ്യാരണ്ടി ഇല്ല. പഴയ പോലെ എന്നല്ല, സിനിമയിൽ ഏത് കാലത്തും അങ്ങനെ ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ പ്രൊഫഷണലായി സിനിമയെ സമീപിക്കുക, നമ്മൾ സബ്ജക്റ്റ് ആവശ്യപ്പെടുന്ന ഒരു ബഡ്ജറ്റ് തീരുമാനിക്കുക, എന്നിട്ട് ബഡ്ജറ്റിനകത്ത് നിന്ന് സിനിമയെ അതിനകത്ത് നിർത്താൻ പരമാവധി ശ്രമിക്കുക, എന്നിട്ട് ഏതെല്ലാം രീതിയിൽ മാർക്കറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത് മാക്സിമം ശ്രമിക്കുക എന്നല്ലാതെ അതിനപ്പുറം തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കിപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരു സിനിമയും സൂപ്പർ ഹിറ്റ് സിനിമ ഉണ്ടാകുന്നില്ല, അത് പിന്നീട് റിലീസ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്നതാണ്. നമുക്കാർക്കും ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഉണ്ടാക്കാൻ ഇപ്പോൾ ഞാൻ വിചാരിച്ചാൽ എൻ്റെ അടുത്ത ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഞാൻ ഉണ്ടാക്കാം എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. എനിക്കൊരു സിനിമ ഉണ്ടാക്കുക, അത് സൂപ്പർ ഹിറ്റ് ആവാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഹിറ്റാവാൻ വേണ്ടിയുള്ള എല്ലാ ജോലികളും ഞാൻ ചെയ്യുക, അത് തിയേറ്ററിലെത്തിയ ശേഷം ആവുന്നോ ഇല്ലയോ എന്നുള്ള പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. എന്താ പറയുക, ആ ഒരു ഘടകം സിനിമയിൽ എല്ലാ കാലത്തും ഉണ്ട്, അതിപ്പോഴുണ്ട്. എങ്കിൽ പോലും ഈ 300-ലധികം സിനിമകൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും പ്രൊഡ്യൂസേഴ്സ് തന്നെയാണല്ലോ ഈ 300 സിനിമകൾ നിർമ്മിക്കുന്നത്, നിർമ്മാതാക്കളാണ്. അവരിപ്പോഴും ഇതിനകത്തേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. കാര്യം ഇതിനകത്ത് ഈ 10-ൽ താഴെ സിനിമകൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ എന്ന് പറയുന്നെങ്കിൽ കൂടെ ഒരുപാട് സിനിമകൾ നഷ്ടമില്ലാതെ പോകുന്ന ഒരുപാട് സിനിമകളുണ്ട്. അത് പൊതുവെ പറയാറില്ല. വിജയിക്കുന്ന സിനിമകളുടെ കണക്ക് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. മുടക്ക് മുതൽ തിരിച്ചു കിട്ടിയ ഒരുപാട് സിനിമകളുണ്ട്. അതിപ്പോൾ പറയുന്ന ഈ OTT പോലുള്ള നമ്മുടെ ബിസിനസ് സാധ്യതകൾ സിനിമയ്ക്കുണ്ട്, പഴയ കാലത്ത് ഇല്ലാത്ത പലതും സിനിമയ്ക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ സിനിമ ഇപ്പോഴും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പത്മകുമാറിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഈ പല ഡയറക്ടേഴ്സും ഇപ്പോൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മീഡിയയ്ക്ക് മുന്നിലൊക്കെ വരാറുണ്ട്. പക്ഷേ അങ്ങനെ അധികം അങ്ങനെ കണ്ടിട്ടില്ല. ഇല്ല, അങ്ങനെ ഞാൻ മീഡിയയ്ക്ക് മുമ്പിൽ വരാറില്ല. പക്ഷേ മറ്റുള്ളവരെ വരുത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്, അതിൻ്റെ പുറകിലുണ്ടാവാറുണ്ട്. സിനിമ റിലീസ് കഴിഞ്ഞാൽ പിന്നെ സിനിമ ഉപേക്ഷിച്ചിട്ട് പോകാറില്ല. ആ സിനിമ ഒരു വഴിക്ക് എത്തിച്ചേർന്നതിന് ശേഷം ഒരു പരിധി കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത സിനിമയിലേക്ക് കടക്കുക എന്നേ ഉള്ളൂ. ഞാൻ അതും പെട്ടെന്നൊരു സിനിമ കഴിഞ്ഞ് ഉടനെ അടുത്ത ഒരു 2-3 മാസത്തിനുള്ളിൽ അടുത്ത സിനിമ തുടങ്ങുന്ന പതിവ് എനിക്കില്ല. അടുത്ത സിനിമയുടെ പ്രാരംഭ നടപടികൾ തുടങ്ങും, പിന്നെ അത് ഷൂട്ടൊക്കെ വരുമ്പോൾ പിന്നെ ഒരു 5-6 മാസം എടുക്കും. അങ്ങനെയാണ് സാധാരണ പതിവ്. ഒരു വർഷത്തിൽ ഒരെണ്ണം സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രോജക്റ്റ് ഏതാണ്? അടുത്ത പ്രൊജക്റ്റ് ഞാനിപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ പഴയ നിലപാടിൽ നിന്ന് മാറിയിട്ട് അടുത്ത സിനിമ ഒരു 2-3 മാസത്തിനുള്ളിൽ അടുത്ത സിനിമ ഷൂട്ട് തുടങ്ങണം എന്നുണ്ട്. അത് ഞാൻ അമല പോൾ നായികയാവുന്നൊരു സിനിമയാണ് പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ പ്രാരംഭ പണികൾ നടന്നു വരുന്നു. ഒരു ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിൽ ഷൂട്ടിന് പോകണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ ഇത്രയും സിനിമകളെടുത്ത് പരിശോധിക്കുമ്പം ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന രീതിയിൽ ഒരെണ്ണത്തെ പറയാൻ കഴിയുമോ? അങ്ങനെ ഇതുവരെ സംവിധാനം ചെയ്തല്ല അങ്ങനെയല്ല, എനിക്കൊരു പ്രത്യേകം ഒരു സിനിമ മാത്രം എന്നെനിക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും എൻ്റെ ഇപ്പോൾ അമ്മക്കിളിക്കൂട് എൻ്റെ ആദ്യത്തെ സിനിമ എന്ന രീതിയിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. വർഗം എന്ന സിനിമ ഞാൻ തിരക്കഥ എഴുതിയ സിനിമയാണ്. പിന്നെ പൃഥ്വിരാജ് അതുവരെ ചെയ്യാത്തൊരു വേറിട്ടൊരു ക്യാരക്ടർ ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് ആ സിനിമ എനിക്ക് ആ രീതിയിൽ പ്രിയപ്പെട്ടതാണ്. വാസ്തവം എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ പൃഥ്വിരാജിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ്. അതും വേറൊരു നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അതെ, അങ്ങനെ ആ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പരുന്ത് എന്ന് പറയുന്ന സിനിമ വലിയ ഒരു സക്സസ് ആയിരുന്നില്ലെങ്കിൽ പോലും മമ്മൂക്ക വെച്ച് ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു ജോണറാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തിരക്കഥാകൃത്തായ റസാഖാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഓരോ സിനിമയും ഓരോ രീതിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സിനിമ എന്ന് എടുത്ത് പറയാൻ എനിക്ക് സാധിക്കില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഉയിർ എന്ന സിനിമ അതെൻ്റെ ഹൃദയത്തോടെ ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന സിനിമ എന്താണെന്ന് ചോദിച്ചാൽ അത് ഉയിർ എന്ന സിനിമയാണ്.
അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് റിയൽ ഇൻസിഡൻ്റാണ്. അതിലെ കഥാപാത്രങ്ങൾ ഓരോരുത്തരും ജീവിച്ച ആളുകളാണ്. അവരുടെ ഇമോഷൻസ് എല്ലാം പരമാവധി റിയൽ ഇമോഷൻസാണ്. മറ്റുള്ള അതുപോലെ നമ്മൾ ഉണ്ടാക്കിയ സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഇമോഷൻസ് അല്ല, ഇത് റിയലാണ്. അതിൻ്റെ ഒരു അടുപ്പം ആ സിനിമയോടുണ്ട്. അതുപോലെ തന്നെ സിനിമ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അധിക ദിവസം എടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തിരക്കഥ പൂർണ്ണമായും പൂർത്തിയാക്കിയ ശേഷം അതിൻ്റെ എല്ലാം ഡിവൈഡ് ചെയ്ത് അങ്ങനെ തന്നെ കറക്റ്റ് ചാർട്ട് ചെയ്തിട്ട് തന്നെയാണ് സംവിധാനം ചെയ്യുന്നത് അല്ലേ? തിരക്കഥ പൂർത്തിയായിരിക്കും, ചാർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അത് ഷൂട്ട് സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയേക്കാം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഏതാണ്ട് ഒരു ഐഡിയ, നമ്മൾ ഓരോ സിനിമയും എത്ര ദിവസം ഷൂട്ട് ചെയ്യണം, എത്ര സമയം ഷൂട്ട് ചെയ്യാൻ എടുക്കണം എന്നൊക്കെ ഒരു പ്രാഥമികമായ ധാരണ ഉണ്ടാവും. ആ ധാരണയിൽ നിന്ന് അധികം വ്യതിചലിച്ച് പോകാറില്ല. നമ്മളൊരു 45 ദിവസം ഷൂട്ട് പ്ലാൻ ചെയ്താൽ 45 ചിലപ്പോൾ 48 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമായിരിക്കും. അല്ലാണ്ട് അതിൽ കൂടുതൽ അങ്ങനെ പോയിട്ടില്ല. ഇപ്പോൾ ഞാൻ പറയല്ലോ, നേരത്തെ മാമാങ്കം എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഒരു 115-120 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തതും അത്ര ദിവസം തന്നെയാണ്. മറ്റൊന്ന്, ഈ നമ്മുടെ മനസ്സിലൊരു പ്രോജക്റ്റുകൾ ഉണ്ടാവുമല്ലോ, ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ തിരക്കഥ എഴുതി ഞാൻ തന്നെ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന 1-2 പ്രൊജക്റ്റുകളുണ്ട്. പക്ഷേ അതിനെപ്പറ്റി നമ്മൾ പുറത്തൊന്നും പറയാനുള്ള ഒരു അവസ്ഥയിലായിട്ടില്ല. അതെനിക്കൊരു കൃത്യമായിട്ടൊരു സമയം കിട്ടിയാൽ ഞാൻ എൻ്റെ തിരക്കഥയിലേക്ക് കയറും. പിന്നെ അതിൻ്റെ പുറകെ സഞ്ചരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള സമയം ഇപ്പോഴും ആയിട്ടില്ല. ഈ സിനിമ മോഹിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്, ലക്ഷക്കണക്കിന് പേര് ഉണ്ട് സിനിമയിൽ സംവിധായകനാകണമെന്നും നമുക്ക് ഈ IFFK വേദിയിലൊക്കെ കാണാൻ കഴിയും. അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ജീവിതം തന്നെ ചിലപ്പം വലിയ എന്തെങ്കിലും പൊസിഷനിൽ ഇരിക്കുന്നവരായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഒരു നടി വന്നിരുന്നു കുറച്ച് മുന്നേ, അത് SBIയിൽ ഒരു ഓഫീസർ പോസ്റ്റ് രാജിവെച്ചുകൊണ്ട് സിനിമയിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ. അങ്ങനെയൊക്കെ ഒരുപാട് പേര് IT ഫീൽഡിലുള്ളവരുണ്ട്, എൻജിനീയേഴ്സുണ്ട്, ഡോക്ടേഴ്സുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഇത്രയും വർഷത്തെ സിനിമ അനുഭവത്തിൽ നിന്ന് ഇവർക്ക് കൊടുക്കാവുന്ന എന്തെങ്കിലും ഒരു സന്ദേശം എന്ന രീതിയിൽ എന്താണ് പറയുന്നത്? നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കാൻ പറ്റാത്ത ഒന്നുമില്ല എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. കാര്യം ഞാനങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരാളാണ്. ഞാൻ സിനിമയായിട്ടോ കലയുമായിട്ടോ അങ്ങനെ സാഹിത്യമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ലാത്തൊരു വീട്ടിൽ നിന്ന്, അങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം സിനിമയിൽ എന്തെങ്കിലും ഒരു തിരക്കഥാകൃത്താവണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. പക്ഷേ സംവിധായകനാണ് ആയിത്തീർന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഞാൻ സഞ്ചരിച്ചൊരു യാത്രയുണ്ട്. ആ യാത്രയിൽ ഈ ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ഏത് വിധേനയും എത്ര കഷ്ടപ്പെട്ടാലും എത്ര സ്ട്രെയിൻ ചെയ്താലും നമ്മൾ ആ ലക്ഷ്യം നേടിയെടുക്കുന്നവർ നമ്മൾ ജോലി ചെയ്യും അല്ലെങ്കിൽ അധ്വാനിക്കും എന്ന് പറയുന്ന ഒരു വാശി മനസ്സിലുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ലക്ഷ്യത്തിലെത്താൻ പറ്റുമെന്നാണ് എനിക്ക് ഇവരോട് പൊതുവായിട്ട് പറയാനുള്ള ഒരു കാര്യം. അത് എത്താൻ പറ്റാതെ പോയ ആളുകൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ അതിന് പല കാരണങ്ങളുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും അത് നമുക്ക് അത്തരം ഒരു 100% അങ്ങനെ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മളെ തേടി വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മറ്റൊന്ന്, ഈ സംവിധാന രംഗത്ത് നിന്ന് അഭിനയത്തിലേക്ക് വന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ രഞ്ജിത്താണെങ്കിൽ പോലും അദ്ദേഹം അഭിനയ രംഗത്ത്. പക്ഷേ പൊതുവെ എല്ലാവരും പറയും എനിക്ക് ആ പണി പറ്റില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ നമുക്ക് പറ്റിയ ഒരു കഥാപാത്രം എന്ന രീതിയിൽ അത് ഒരു നാച്ചുറലായിട്ടൊരു ബിഹേവിയറായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു മോഹം മനസ്സിലുണ്ടോ? ഇല്ല. അഭിനയത്തിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് അഭിനയം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, എങ്ങനെ അഭിനയിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ അത് പെർഫെക്റ്റായിട്ട് വരണമെന്നില്ല എന്നുള്ളൊരു അല്ല, അങ്ങനെ പൊതുവേ എല്ലാവരും പറയാറുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മാറി. നമുക്കിപ്പം ഒരു നാച്ചുറലായിട്ട് എന്താണോ പത്മകുമാർ ആ ഒരു കഥാപാത്രത്തെ ഒരു പക്ഷേ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ അതെ അങ്ങനെ ഒരു ഇത് ചിന്തിച്ചിട്ടുണ്ട്? അങ്ങനെ ഇല്ല, ഞാൻ അങ്ങനെ അതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. പിന്നെ കുടുംബത്തെക്കുറിച്ച്? കുടുംബം, ഭാര്യ, 2 കുട്ടികൾ. മൂത്ത മോൻ അവൻ്റെ പഠിപ്പ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ സിനിമയിൽ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലാതെ പുറത്തും വർക്ക് ചെയ്യുന്ന ഡയറക്ഷൻ ആണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുക എന്നുള്ള സ്വപ്നമായിട്ട് അടുത്ത തലമുറയായിട്ട് എൻ്റെ പുറകിൽ അടുത്ത തലമുറയായിട്ട് കൂടെയുണ്ട്. രണ്ടാമത്തെ മോൻ എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഫേമിൽ ജോലി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇപ്പം സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇപ്പോൾ സ്റ്റഡീസ് ഉണ്ട്. ഇപ്പം +2 കഴിഞ്ഞിട്ട് പഠിക്കുന്ന, ഇപ്പോൾ മുംബൈയിലൊക്കെ അത് കോഴ്സ് ഫീ ഒക്കെ 30 ലക്ഷം രൂപയൊക്കെ ചിലവാകുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോയാൽ എങ്ങനെയായിരിക്കും അത് സിനിമയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം ചെയ്യുമോ? കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇപ്പോഴത്തെ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളാണുള്ളത്. അപ്പോൾ എനിക്ക് സിനിമയാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പറയാം നീ വേറെ എന്തെങ്കിലും പഠിക്കൂ എന്ന് പറയാം. പക്ഷേ ഇപ്പം അതിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മുംബൈയിലൊക്കെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു 2 വർഷം 3 വർഷം പഠിച്ചിറങ്ങുമ്പോൾ 30 ലക്ഷം 50 ലക്ഷം രൂപ വരെ ചിലവാകും. അതിൽ റിസൾട്ട് ഉണ്ടാകും. കാരണം മാതാപിതാക്കൾക്കുള്ള ഒരു ആശങ്ക ഉണ്ട്. പലരും നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ പറയാൻ കഴിയും? അതൊരു റിസൾട്ട് ഉണ്ടാകുന്ന സാധ്യത എനിക്ക് തോന്നുന്നൊരു
10-20% വരെ നമ്മൾ പ്രതീക്ഷിക്കാവൂ. കാര്യം എല്ലാത്തിലും പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സിനിമ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ട് മാത്രം അവർക്ക് സിനിമയിലൊരു അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. അവരുടെ കഠിനാധ്വാനവും അവരുടെ പരിശ്രമവും അവരുടെ ടാലൻറ്റുമാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. പഠിക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. നമ്മളെ കുറേ കൂടെ കോൺഫിഡൻ്റ് ആക്കാൻ പറ്റും. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് അറിവുണ്ടാക്കാൻ പറ്റും. പക്ഷേ ബാക്കിയെല്ലാം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിന് എത്രത്തോളം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നു, നമ്മൾ എത്രത്തോളം പുറത്തെടുക്കാൻ പറ്റുന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പ്രതീക്ഷകളെ കുറച്ച് എൻഹാൻസ് ചെയ്യാൻ പറ്റുമെന്നല്ലാതെ ഇതുകൊണ്ട് 100% പ്രയോജനം ഉണ്ടാകുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. പത്മകുമാർ ഇപ്പോൾ ഈ ഇത്രയും വർഷങ്ങളായി സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കുകയാണ്. സിനിമയ്ക്ക് ബുദ്ധിമുട്ടുകൾ വന്നിട്ടില്ല. കൃത്യമായ സിനിമകൾ വരുന്നു, വിജയിക്കുന്നു. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ദിനേശ് പണിക്കരൊക്കെ വന്നിരുന്നു. അദ്ദേഹമൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള ജീവിതത്തെ എങ്ങനെ സംതൃപ്തിയാണ്, ഇനി അങ്ങോട്ടും എങ്ങനെയായിരിക്കും എന്നൊരു ചിന്തകൾ? തീർച്ചയായും നമ്മൾ പലപ്പോഴും സിനിമയിലെ ആൾക്കാർ പറയാറുണ്ട്, സിനിമയിൽ ഇങ്ങനെ പല പാരകൾ ഉണ്ടാവാറുണ്ട്, നമുക്ക് പ്രശ്നങ്ങൾക്കാരുണ്ടാവാറുണ്ട്, നമുക്ക് മുന്നിൽ ഒരുപാട് ആൾക്കാർ നമുക്ക് തടസ്സമായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ സിനിമയിലെല്ലാം ആദ്യകാലം മുതൽ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. സിനിമയിൽ എനിക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളേ ഉള്ളൂ. നെഗറ്റീവായിട്ട് നമുക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നോ രണ്ടോ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ബാക്കി ഉള്ള 99% സംഭവങ്ങളും എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ ഒരു എന്തെങ്കിലും ആവണമെന്ന് കരുതി മദ്രാസിൽ പോകുമ്പോൾ തന്നെ ഡോക്ടർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നെ എൻ്റെ ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നീ സ്ക്രിപ്റ്റ് എവിടെ കിട്ടെ ഡയറക്ഷൻ പഠിക്കുമെന്ന് പറഞ്ഞ് ഹരിഹരൻ സാറിനെ പരിചയപ്പെടുന്നത്. ഡോക്ടർ ബാലകൃഷ്ണൻ ഞാനായിട്ട് ഒരു ബന്ധമില്ല, അദ്ദേഹത്തിന് എന്നെ സഹായിക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സഹായം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സുകൊണ്ടാണ് എനിക്ക് ഹരിഹരൻ സാറിനെ പരിചയപ്പെടാൻ പറ്റിയത്. ഹരിഹരൻ സാറിൽ നിന്ന് ശശിയേട്ടനിലേക്ക് വരുമ്പോൾ, ഐ വി ശശി എന്ന് പറയുന്ന ലെജൻഡ് ഡയറക്ടറിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്നെ ഒത്തിരി സിനിമകൾ എൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ ഷാജി കലാസാലും രഞ്ജിത്താലും ജോഷി സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പരമാവധി നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത്തരം ഒരു നെഗറ്റീവ് അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്, ഹാപ്പിയാണ്. ഇനിയുള്ള കാലം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായും, ഏതായാലും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. വർഷങ്ങളോളം, പതിറ്റാണ്ടുകളായി സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കുകയാണ്. ഒരുപാട് ഹിറ്റ് സിനിമകൾ, അത് പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അദ്ദേഹമാണ് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ചത്. ശ്രീ എം പത്മകുമാർ. എല്ലാവിധ താങ്ക് യു.